ചങ്ങായിമാരെ സംഖ്യയുടെ എല്ലാമായ സവർക്കർക്ക് ഭാരതരത്നം കൊടുക്കണം പറ്റി ഒരു വക്കീൽ വന്നിട്ടുണ്ട്. മറ്റേ വക്കീലല്ലാട്ടാ, നമ്മളെ കേസില്ലാ വക്കീലല്ല, ഇത് വേറൊരു വക്കീൽ. ഈ വക്കീലിന്റെ പണി എന്താണെന്നറിയാം, ഫേസ്ബുക്കിൽ യൂട്യൂബിൽ ഇരുന്നിട്ട് ഇങ്ങനെ വീഡിയോ ഇടുക. അതാണ് ഈ ഭാസ്കരൻ വക്കീൽ എന്ന് പറഞ്ഞ ഈ വക്കീലിന്റെ പണി. അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ സംഖ്യകൾ വെളുപ്പിക്കൽ മാത്രമാണ് നമ്മുടെ പൊന്നാര ഭാസ്കരൻ വക്കീൽ ഇത്ര കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ വക്കീൽ മറ്റുള്ള എല്ലാരെയും പോലെ തന്നെ ഞാൻ സംഖ്യയാണെന്ന് എവിടെ സമ്മതിക്കൂല. നമുക്കെന്നാൽ നമ്മുടെ ഈ ഭാസ്കരൻ വക്കീൽ, സംഘി വക്കീൽ, സവർക്കറെ കുറിച്ചും സവർക്കർ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്ത എല്ലാ ത്യാഗങ്ങളും എണ്ണി പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് കേട്ടിട്ട് വന്നാലോ. വി ഡി സവർക്കർക്ക് ഭാരത് രത്ന അവാർഡ് കൊടുക്കണമെന്നാണ് RSS നേതാവ് മോഹൻ ഭഗവത് ആവശ്യപ്പെടുന്നത്. കേന്ദ്ര ഗവൺമെന്റ് NDA-കാരായതുകൊണ്ടും സവർക്കറെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും സ്വാഭാവികമായും ഭാരതരത്ന അവാർഡ് അദ്ദേഹത്തിന് കിട്ടാൻ വളരെ സാധ്യതയുണ്ട്. ഈ ഭാരതരത്ന അവാർഡ് പത്മ അവാർഡുകളെ പോലെ എല്ലാ വർഷവും കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. ഒരു വർഷത്തിൽ കൊടുക്കാതിരിക്കാം. പക്ഷെ ഒരു വർഷം കൊടുക്കുമ്പോൾ 3 അവാർഡുമല്ല അധികം ഭാഗം പാടില്ല. ഈ അവാർഡ് കൊടുക്കുന്നത് രാഷ്ട്രത്തിന് സംഭാവന ചെയ്ത, അത് അതുല്യവും അസാധാരണവുമായ സംഭാവന ചെയ്ത ആളുകൾക്ക് കൊടുക്കുന്നതാണ് ഈ അവാർഡ്. ബ്രിട്ടീഷുകാർക്കെതിരെ വി ഡി സവർക്കർ വിപ്ലവാത്മകമായ ഒരു പ്രതിരോധം സൃഷ്ടിച്ചിരുന്നു. ആൻഡമാൻ നിക്കോബാർ ദ്വീപില് കഠിന തടവ് 13 വർഷം കഠിന തടവ് അദ്ദേഹം അനുഭവിച്ചു. 1857 കലാപം അത് ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് അദ്ദേഹം നിർവചിച്ചിരുന്നു. അതിനൊരു പുസ്തകം എഴുതി, അത് ബ്രിട്ടീഷുകാർ നിരോധിച്ചു. ഇതൊക്കെ വി ഡി സവർക്കർക്ക് ഭാരതരത്ന അവാർഡ് ലഭിക്കാനുള്ള യോഗ്യതയെ കണക്കാക്കാം. അത് മാത്രമാക്കേണ്ട ഭാസ്കരൻ വക്കീലെ യോഗ്യത ബ്രിട്ടീഷുകാർക്ക് അടികിട്ടുന്നാകുമ്പോ വീണ് കിടന്ന് മാപ്പ് പറഞ്ഞില്ലേ, അതും കൂടി നല്ലൊരു യോഗ്യതയായിട്ട് കണ്ടോ. വേണമെങ്കിൽ ഇന്ത്യക്കാർക്ക് ഷൂ പോളിഷ് എന്നുള്ളൊരു പണിയില്ലേ, ആ പണി കണ്ടെത്തി കൊടുത്തതിനും ഒരു അവാർഡ് വേറെ തന്നെ കൊടുത്തോ. ഇന്ത്യയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെയും ഏറ്റവും കൂടുതൽ എതിർത്ത മഹാനുഭാവനായ സവർക്കർക്ക് ഇന്ത്യയുടെ പേരുള്ള ഏറ്റവും വലിയ അവാർഡ് കൊടുക്കണമെന്ന് പറയാൻ വേണ്ടി കുറച്ചെങ്കിലും എളുപ്പമുണ്ടാവില്ല ഭാസ്കരൻ വക്കീലിങ്ങൾക്ക്. അങ്ങനെ ഒരു അവാർഡ് നിങ്ങൾ സവർക്കർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അവാർഡിനെ ഇത്രമേൽ അപമാനിക്കുന്ന പോലത്തെ വേറൊരു കാര്യമില്ല. ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ എത്രമാത്രം വിവരക്കേട് വേണം എന്റെ ഭാസ്കരൻ വക്കീലെ കൊച്ചു കള്ള. നമുക്ക് ഭാസ്കരൻ വക്കീലിന്റെ അടുത്ത പൊട്ടത്തരം കേട്ടിട്ട് വരാം. വി ഡി സവർക്കർക്കെതിരായിട്ടുള്ള ആരോപണം, ആക്ഷേപം എന്താണെന്ന് വെച്ചാല് അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് മാപ്പ് എഴുതി കൊടുത്തു എന്നാണ്. അതൊരു അയോഗ്യതയെ കണക്കാക്കേണ്ട ആവശ്യമില്ല. അത് തന്റെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മരണത്തിന് രക്ഷപ്പെടാനുള്ള തന്ത്രം മാത്രമായി കണക്കാക്കിയാൽ മതി. ഇത് സവർക്കർ മാത്രമല്ല, മറ്റു പലരും ഉണ്ട്. ലോക ചരിത്രത്തിൽ തന്നെ ഹോച്ചിമിനില്ലേ, നെൽസൺ മണ്ടേലയില്ലേ, കെന്യാട്ട ഇല്ലേ, അവരൊക്കെ ലോക നേതാക്കന്മാരാ. അവരൊക്കെ തന്ത്രപരമായിട്ട് ചില പിന്മാറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ ഒരു ആക്ഷേപം കൊണ്ട് മാത്രം അദ്ദേഹത്തിന് ഭാരതരത്ന അവാർഡ് നിഷേധിക്കുകയാണെങ്കിൽ ജവഹർലാൽ നെഹ്റുവിനും സർദാർ വല്ലഭായ് പട്ടേലിനൊക്കെ അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പരിപൂർണരല്ലോ, അവർക്കും വിമർശന വിധേയരായിരുന്നു. എന്റെ ഭാസ്കരൻ വക്കീലെ, ഈ ഒരു ഒറ്റ വർത്താനത്തിലൂടെ നിങ്ങൾ സംഖ്യയാണെന്ന് നിങ്ങൾ തെളിയിച്ചു. കാരണം ഒരു സംഖ്യക്ക് ഇത്രമാത്രം പൊട്ടത്തരം വിളിച്ചു പറയാൻ പറ്റൂ. പിന്നെ എന്റെ ഭാസ്കരൻ വക്കീലെ, നിങ്ങളുടെ സവർക്കറുടെ പേര് പറയുമ്പോൾ അതിന്റെ കൂടെ നെഹ്റുവിന്റെയും പട്ടേലിന്റെയും ഒന്നും പേര് പറയില്ലാട്ടാ. നിങ്ങൾ വേണമെങ്കിൽ സവർക്കറുടെ പേര് വേറെ തന്നെ പറഞ്ഞോ, ഈ മഹാന്മാരുടെ പേരിന്റെ കൂടെ കൂട്ടി പറയില്ല എന്റെ വക്കീല്. അങ്ങനെ ഇവരുടെ കൂടെയൊക്കെ സവർക്കറുടെ പേര് കൂട്ടി പറയുമ്പോൾ ചരിത്രം സഹിക്കൂല. ചരിത്രത്തിൽ ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി മരിച്ച ഒരുപാട് വീരന്മാരുണ്ട്, അവരൊന്നും സഹിക്കൂല ഭാസ്കരൻ വക്കീലെ. പിന്നെ നിങ്ങൾ അതിന്റെ ഇടയ്ക്ക് നെൽസൺ മണ്ടേല മാപ്പ് വെച്ചെന്നെല്ലാം പറഞ്ഞ് അങ്ങനെയൊന്നും പറഞ്ഞേക്കല്ല വക്കീലെ. ഒന്നാമത് സൗത്ത് ആഫ്രിക്കക്കാർ ആരെങ്കിലും ഇത് കേട്ടുകഴിഞ്ഞാല് നിങ്ങളെ വിടൂല. വേറൊരു കാര്യം, 2020 ലോകകപ്പിന് സൗത്ത് ആഫ്രിക്കക്കാർ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, അവരുടെ മുന്നിലൊന്നും പെടാണ്ട് നോക്കിക്കോ വക്കീലെ. പിന്നെ വക്കീലെ, നിങ്ങൾ പറഞ്ഞതുപോലെ മാപ്പ് പറഞ്ഞ് ജീവൻ തിരിച്ചെടുക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ധീര രക്തസാക്ഷിയായ ഭഗത് സിംഗിനിലെ, ഭഗത് സിംഗിന് 23-ാമത്തെ വയസ്സിൽ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു വക്കീലെ. നിങ്ങളുടെ സവർക്കർ പറഞ്ഞ ഒരുപാട് മാപ്പില്ലേ, അതിലൊരു മാപ്പ് മാത്രം ഭഗത് സിംഗ് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ഭഗത് സിംഗ് അത് പറഞ്ഞില്ല. അതെന്തുകൊണ്ടാണ്? ഭഗത് സിംഗ് രാജ്യസ്നേഹായിരുന്നു, ധീരനായിരുന്നു. അതുകൊണ്ട് വക്കീലെ, ജീവന് വേണ്ടി ബ്രിട്ടീഷുകാരോട് കൂടെ മാപ്പ് പറഞ്ഞ സവർക്കറുണ്ടല്ല, ഭഗത് സിംഗിനെ പോലെ ധീരന്മാരുടെ പേരിന്റെ കൂടെ വിളിക്കാനേ പറ്റില്ല കേട്ടോ. അങ്ങനെ എത്രയെത്ര ചെറുപ്പക്കാർ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്തിട്ടുണ്ട്. മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും ജീവൻ കിട്ടുമായിരുന്നു. അവരൊന്നും മാപ്പ് പറഞ്ഞില്ല. കാരണം ആ പേരറിയാത്ത ഒരുപാട് പേരില്ലേ, അവരൊക്കെ രാജ്യസ്നേഹികളായിരുന്നു വക്കീലെ. അതുകൊണ്ട് നിങ്ങളുടെ ഈ സവർക്കറെ വെളുപ്പിക്കാനും ഭാരതരത്നം വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഇമാതിരി ഊളത്തരം ഇനിയും വീണ്ടും പറയല്ല വക്കീലെ. ഇനി നമുക്ക് ഭാസ്കരൻ വക്കീലിന്റെ അടുത്ത പൊട്ടത്തരം കൂടി കേട്ടിട്ട് വരാം. അവരെ പറ്റിയും പല ആക്ഷേപങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഭാരതരത്ന അവാർഡ് കൊടുക്കുമ്പോൾ ഇദ്ദേഹത്തെ പറ്റിയും ചില ആക്ഷേപം ഉണ്ടെങ്കിൽ അതങ്ങ് സാധാരണ പോലെ കണക്കാക്കി മതി. നെഹ്റുവും വല്ലഭായ് പട്ടേലൊക്കെ രാഷ്ട്രത്തിന് സംഭാവനകളെ ആദരിച്ചാണ് അവർക്ക് ഭാരതരത്ന അവാർഡ് കൊടുത്തത്. അതുപോലെ തന്നെ സവർക്കർ ചെയ്ത രാഷ്ട്രത്തിന് വേണ്ടി ചെയ്ത ഗുണങ്ങളൊക്കെ പരിഗണിച്ചായിരിക്കണം അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കേണ്ടത്. അവർ ചിന്തിക്കുന്നത് രാജ്യസ്നേഹം, രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി അദ്ദേഹം സംഭാവനകൾ, ഇതൊക്കെ വിലയിരുത്തിക്കൊണ്ടാണ് അവാർഡ് കൊടുക്കാൻ ആവശ്യപ്പെടുന്നത്.
നമ്മുടെ രാജ്യത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി സവർക്കർ എന്ത് സഹായം ചെയ്തെന്നാണ് എന്റെ സംഘി വക്കീല് പറയുന്നത്? 2 ലോഡ് കല്ലും 10 ചാക്ക് സിമെന്റും ആണോ നിങ്ങളെ സവർക്കർ നമ്മുടെ രാജ്യത്തിന്റെ നിർമ്മിതിക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത്? സത്യം പറഞ്ഞാലുണ്ടല്ല, നിങ്ങൾ ഈ സവർക്കറുടെ പേരിൽ ഇമാതിരി ഊളത്തരം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് നിങ്ങളുടെ സവർക്കർ തന്നെയാണ്. കാരണം നിങ്ങളുടെ സവർക്കറിനല്ല അങ്ങ് മോളെന്ന് പറയുന്നത് നിർത്തടാ സംഘികളെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളെപ്പോലുള്ളവർ ഇമാതിരി പൊട്ടത്തരം പറയുമ്പോഴല്ല തെറി മുഴുവൻ കേൾക്കുന്നത് സവർക്കർക്കാണ്. സവർക്കറുടെ ആത്മാവിന് പോലും അത് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് മൂപ്പയുടെ ആത്മാവില്ലേ നിങ്ങളെ സംഘികളോട് ഇപ്പോഴെന്താ പറയുന്നറിയാം, മരിച്ചാലും എന്നെ വെറുതെ വിടില്ലടാ സംഘികളെ എന്ന് ചോദിക്കുന്നത്. അതുകൊണ്ട് ഭാസ്കരൻ വക്കീലെ നിങ്ങളുണ്ടല്ല മൂപ്പയുടെ ആത്മാവിനെങ്കിലും കുറച്ച് സമാധാനം കൊടുക്കുക. നമുക്കിനി ഭാസ്കരൻ വക്കീല് അവസാനമായിട്ട് പറഞ്ഞ ഏറ്റവും വലിയ പൊട്ടത്തരം കൂടി കേട്ടിട്ട് വരാം. അതുകൊണ്ട് തന്നെയാണ് RSSനെ വിമർശിക്കുകയും നിരോധിക്കുകയും ചെയ്ത സർദാർ വല്ലഭായ് പട്ടേലിന് ഒരു പ്രതിമ സ്ഥാപിക്കാൻ RSS തയ്യാറായത്. ഭാരത് അവാർഡ് 1954 ആരംഭിച്ചത്. 55 ഫസ്റ്റ് നെഹ്റുവിന് കിട്ടി. 91 സർദാർ വല്ലഭായ് പട്ടേലിന് കിട്ടുന്നത്. 92 സുഭാഷ് ചന്ദ്രബോസിനെ പ്രഖ്യാപിച്ചെങ്കിലും രാഷ്ട്രീയ വിവാദം കാരണം അത് പിൻവലിക്കുകയുണ്ടായത്. സ്വാതന്ത്ര്യ സമയത്ത് പങ്കെടുത്തുകൊണ്ട് ജയിൽവാസം അനുഷ്ഠിച്ച നെഹ്റു അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് A ക്ലാസ് ജയിൽവാസമാണ് അനുഭവിച്ചത്. അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം പുസ്തകം എഴുതുകയുണ്ടായത്. മിക്കവാറും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ മുഴുവൻ എഴുതിയതും ജയിലിൽ വെച്ചാണ്. ആ ഒരു സാഹചര്യം അറ്റ്മോസ്ഫിയർ അദ്ദേഹത്തിന് ഉണ്ടാവണമെങ്കിൽ അദ്ദേഹവും ബ്രിട്ടീഷും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് എത്രത്തോളം ഉണ്ടായിരുന്നു? ആ നെഹ്റുവിന് ഭാരതരത്ന അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ 13 വർഷം ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ അവിടെ ജയിലിൽ കിടന്ന് 30 കിലോ എണ്ണ ദിവസം മാട്ടിക്കൊണ്ട് നരകയാതന അനുഭവിച്ച സവർക്കർക്ക് ഇതിനു മുമ്പേ തന്നെ ഭാരതരത്ന അവാർഡ് കൊടുക്കേണ്ടായിരുന്നു. എന്റെ ഭാസ്കരൻ വക്കീലെ നിങ്ങൾ വെളിച്ചെണ്ണാന്നൊന്നും ഇപ്പം പറയില്ലട്ടാ. ഷാഗയുടെ ഓർമ്മ വരുന്നത് വെളിച്ചെണ്ണാന്ന് കേൾക്കുമ്പോ ഇത് പറഞ്ഞതിന് സംഘികൾ തന്നെ നിങ്ങളെ വെറുതെ വിടില്ലട്ടാ. പിന്നെ നിങ്ങൾ BJP-ക്കാർ പട്ടേലിന്റെ പ്രതിമ ഉണ്ടാക്കിയ കാര്യമെല്ലാം പറഞ്ഞ് പട്ടേൽ ഇപ്പൊ ജീവനോട് ഉണ്ടെങ്കില്ല ആ പ്രതിമ പോയിട്ട് ആദ്യം തള്ളി താഴെ ഇടും. കാരണം പട്ടേലിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ടീമാണ് RSS എന്റെ വക്കീല്. പിന്നെ നിങ്ങൾ ഈ പ്രതിമയൊക്കെ നിർമ്മിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ സ്വന്തമായിട്ട് ഒരു സ്വാതന്ത്ര്യ സമര സേനാനി പോലും ഇല്ല. അതുകൊണ്ട് ഇവിടെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെയൊക്കെ പ്രതിമ നിർമ്മിച്ച് നിങ്ങൾ അവരെയൊക്കെ RSS ആക്കേണ്ട പരിപാടിയാണെന്ന് എല്ലാവർക്കും അറിയാം വക്കീല്. പിന്നെ സ്വന്തമായിട്ട് ഒരു സ്വാതന്ത്ര്യ സമര സേനാനി പോലും ഇല്ലാത്ത ഒരു പാർട്ടിയുടെ വിഷമം വേദന നമുക്കെല്ലാം മനസ്സിലാവും വക്കീല്. പിന്നെ നിങ്ങൾ പറഞ്ഞു നെഹ്റു ജയിലിൽ ഭയങ്കരമായ ലേവിഷായ ഭയങ്കരമായ സുഖ സൗകര്യത്തോടു കൂടിയാണ് ജീവിച്ചിരുന്നതെന്ന്. എന്ത് പൊട്ടത്തരം നിങ്ങൾ പറയുന്ന വക്കീലെ? നെഹ്റുവിന് AC-യും എവിടെയെങ്കിലും പോണെങ്കിൽ കാറും എല്ലാ സൗകര്യവും ജയിലിൽ ബ്രിട്ടീഷുകാർ കൊടുത്തിട്ടുണ്ടെന്നാണോ എന്റെ വക്കീല് പറയുന്നത്? എന്റെ വക്കീലെ ബ്രിട്ടീഷുകാർക്കെതിരെ ഏറ്റവും കൂടുതൽ പോരാടിയതിൽ ഒരാളാണ് നെഹ്റു. ആ നെഹ്റുവിനെ ജയിലിൽ കിട്ടിയാൽ ബ്രിട്ടീഷുകാർ വെറുതെ വിടുന്നു നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റുന്നു എന്റെ വക്കീല്? പിന്നെ ബ്രിട്ടീഷുകാരുടെ കീഴിൽ ജയിലിൽ സുഖ സൗകര്യത്തോടു കൂടി ജീവിച്ചത് നിങ്ങളുടെ സവർക്കറാണ്. അതും എല്ലാവർക്കും അറിയാം. കാരണം അടി കിട്ടുന്ന പറയുമ്പോ സവർക്കർ ഇതാ മാപ്പ് എന്നിട്ട് ഓരോ മാപ്പ് എടുത്ത് കൊടുക്കും. അതൊക്കെ എല്ലാവർക്കും അറിയാം വക്കീല്. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് വക്കീലെ, നെഹ്റു ജയിലിൽ ഇരുന്നിട്ട് ബുക്ക് എഴുതുമുണ്ടല്ല നിങ്ങളെ സവർക്കറിലെ മാപ്പ് എഴുതലാണ്. ഇരുന്നും കിടന്നും ഒരേ മാപ്പ് എഴുതല്. ആ മാപ്പിന്റെ പേരിലാണ് സവർക്കർ ഇന്നും കളിയാക്കപ്പെടുന്നത് വക്കീലെ. അതുകൊണ്ട് ഇന്നും നിങ്ങളൊക്കെ വന്നിട്ട് സവർക്കറെ ന്യായീകരിക്കുമ്പോ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് സവർക്കർക്ക് തന്നെയാണ്. അതുകൊണ്ട് സവർക്കറെ പിന്നെയും ക്രൂശിക്കാൻ വേണ്ടിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് സവർക്കറുടെ പേര് കൊണ്ടിരുന്നോണ്ട് സവർക്കർ നിങ്ങളോട് പോലും പൊറുക്കൂല എന്റെ വക്കീല്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് സവർക്കറുടെ ആത്മാവിനെങ്കിലും മാപ്പ് പറയാതെ സമാധാനത്തോടെ ജീവിക്കാൻ നിങ്ങൾ വീട് വക്കീല്. അപ്പൊ വന്നിട്ട് പൊട്ടത്തരം പറഞ്ഞ് സവർക്കറ വീണ്ടും നടിക്കുന്ന എന്റെ ഭാസ്കരൻ വക്കീലിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.